പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. വചനമൊഴിയിലേക്ക് സ്വാഗതം. ഈ പ്രഭാതത്തിൽ വചനമൊഴി ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. 1 ശമൂവേൽ 3:4 യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയൻ എന്ന് അവൻ വിളി കേട്ട് ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്ന്, അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ ദൈവത്തെ വിട്ടുപോയ അനേക സന്ദർഭങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നു. ഏലി പുരോഹിതനും മക്കളും യഹോവയ്ക്ക് പ്രസാദമില്ലാത്തവരായി മാറിയപ്പോൾ ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം ഹന്നയ്ക്ക് ശമൂവേലിനെ കൊടുക്കുവാനിടയായി. അവൻ ദൈവാലയത്തിൽ വളർന്ന് ദൈവശബ്ദം കേട്ട് ശുശ്രൂഷയ്ക്കിറങ്ങുകയും ചെയ്തു. ദൈവം വിളിച്ചപ്പോഴെല്ലാം ശമൂവേൽ ഏലി പുരോഹിതനാണ് തന്നെ വിളിക്കുന്നതെന്ന് കരുതി ഓടി ഏലി പുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. ദൈവശബ്ദം കേൾക്കാത്ത വിധം ഏലി ദൈവത്തിൽ നിന്നും അകന്നുപോയിരുന്ന അവസ്ഥയായിരുന്നു. സത്യസന്ധതയും വിശ്വസ്തതയും ഉള്ളവരോട് മാത്രമേ ദൈവം സംസാരിക്കുകയുള്ളൂ. സമൂഹത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവത്തോടടുത്തിരിക്കുന്നവർ എന്ന് കരുതപ്പെടുന്നവരാണെങ്കിലും ഹൃദയം ദൈവത്തിൽ നിന്നും അകന്നിരുന്നാൽ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയില്ല. ശമൂവേൽ കേവലം ബാലനും അംഗീകാരമില്ലാത്തവനും ആയിരുന്നെങ്കിലും ദൈവശബ്ദം കേൾക്കാൻ പാകത്തിനുള്ളവൻ ആയിരുന്നു. ദൈവം പറഞ്ഞ വാക്കനുസരിച്ച് പ്രവർത്തിച്ച ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനായി താൻ പ്രസിദ്ധനായി തീരുവാനിടയായി. ദൈവം പറഞ്ഞത് മാത്രം പ്രസ്താവിച്ചതിനാൽ അവൻ്റെ വചനങ്ങൾ ഒന്നും നിഷ്ഫലമായി പോയതായി കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവശബ്ദം കേട്ട് ന്യായപാലനം നടത്തിയ ഒരു ഗിദെയോനെ പറ്റി ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. ഇസ്രായേൽ മക്കൾ മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട കാലത്ത് പരാക്രമശാലിയായിരുന്ന ഗിദെയോൻ തൻ്റെ വിളവ് മിദ്യാന്റെ കയ്യിൽ അകപ്പെടാതിരിക്കുവാൻ ഒറ്റയ്ക്ക് മെതിച്ചെടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് തന്നോട് സംസാരിച്ചത്. സ്വജനത്തെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുന്നതിനായി ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഗിദെയോൻ പ്രവർത്തിക്കുവാനിടയായി. തൻ്റെ ഓരോ പ്രവർത്തികളും ദൈവിക നിർദ്ദേശപ്രകാരമായിരുന്നു. അതുകൊണ്ട് ദൈവം തന്നോട് അരുളി ചെയ്ത ദൗത്യത്തിൽ താൻ വിജയിക്കുവാനിടയായി. ഗിദെയോനെ ദൈവം വിളിച്ചപ്പോൾ തൻ്റെ കഴിവുകേടുകളും തൻ്റെ പരിമിതികളും എല്ലാം താൻ വെളിപ്പെടുത്തി. എന്നാൽ ദൈവം സംസാരിച്ചപ്പോൾ താൻ പൂർണ്ണ മനസ്സോടെ സമ്മതിക്കുവാനിടയായി. അടയാളങ്ങളിലൂടെ ദൈവം ഗിദെയോനു വേണ്ടി പ്രവർത്തിച്ചു. താനൊരു ഉറച്ച തീരുമാനമെടുക്കുവാൻ തന്നെ പ്രാപ്തനാക്കി. തൻ്റെ ഭവനത്തിലെ ആരാധനയ്ക്കെതിരെ പടവാളുയർത്തിക്കൊണ്ട് രംഗപ്രവേശനം ചെയ്ത ഗിദെയോന് ഒത്തിരി എതിർപ്പുകൾ അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ പിൻബലത്തിൽ അവൻ ഈ എതിർപ്പുകളെ ജയിക്കുവാനിടയായി. ദൈവം നിർദ്ദേശിച്ചതുപോലെ താൻ പ്രവർത്തിച്ചതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാനിടയായി. ദൈവത്തിൻ്റെ ശബ്ദത്തിന് വില കൽപ്പിക്കാതിരിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്തവർക്കുണ്ടായ ദുരനുഭവങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നു. യോഹന്നാൻ്റെ പിതാവ് സെഖര്യാവ്, അതായത് ലൂക്കോസ് 1:13. സെഖര്യാവ് ദൈവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. നാളുകളായി പ്രാർത്ഥിച്ചിരുന്ന വിഷയത്തിന് അവൻ ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം മറുപടി കൊടുക്കുവാനിടയായി. തൻ്റെ ഭാര്യ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്നതായിരുന്നു ദൈവശബ്ദം. എന്നാൽ സെഖര്യാവിന് ഇത് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. ഇത് ഏറ്റെടുക്കുവാൻ കഴിഞ്ഞില്ല.
അതുകൊണ്ട് തൻ്റെ മകൻ ജനിച്ച് മകന് പേരിടുന്നത് വരെ ഈ സെഖര്യാവ് ഊമനായി ജീവിക്കേണ്ടി വന്നു. അതുപോലെ യോനായുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, യോന പ്രവാചകനോട് ദൈവം പറഞ്ഞത് നിനവയിൽ പോയി ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കണമെന്നാണ്. എന്നാൽ യോന സ്വന്തം താല്പര്യപ്രകാരം തർശീശിലേക്ക് പോകുകയും തനിക്കും മറ്റുള്ള വ്യക്തിജീവിതങ്ങൾക്കും ദുരിതമുണ്ടാക്കുകയും ചെയ്തു. മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിച്ച യോന അവസാനം ദൈവം നിശ്ചയിച്ചിരുന്നത് പോലെ നിനവയിൽ തന്നെ പ്രസംഗിക്കേണ്ടി വരികയും ചെയ്തു. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ദൈവഹിതപ്രകാരവും ദൈവിക നിർദ്ദേശാനുസരണവും നിർവഹിക്കണം എന്നത് യോനായുടെ അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വില കൽപ്പിക്കാതെ സ്വന്തം താല്പര്യപ്രകാരം സുവിശേഷ വേല പോലും ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം നമ്മിലൂടെ തന്നെ ദൈവം നിവർത്തിക്കും. അതുകൊണ്ട് നാം വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്ന ശബ്ദം കേൾക്കുവാനും അതനുസരിച്ച് ജീവിപ്പാനും ഇടവരട്ടെ. ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ ദൈവം പറയുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതം നയിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായി തീരുവാൻ എല്ലാ പ്രിയപ്പെട്ടവനെയും കർത്താവ് ഇടയാക്കട്ടെ എന്ന് പറഞ്ഞ് വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. വാനവിധാനത്തിൽ ദൂതരുമായി വന്നു വിളിക്കുമ്പോൾ ആ ക്ഷണത്തിൽ, വാനവിധാനത്തിൽ ദൂതരുമായി വന്നു വിളിക്കുമ്പോൾ ആ ക്ഷണത്തിൽ, മണ്ണിൽ മറഞ്ഞാലും മണ്ണിലിരുന്നാലും വിണ്ണിൽ തൻ സന്നിധം ചേർന്നിടും ഞാൻ. മണ്ണിൽ മറഞ്ഞാലും മണ്ണിലിരുന്നാലും വിണ്ണിൽ തൻ സന്നിധം ചേർന്നിടും ഞാൻ. എക്കാലത്തും തൻ ഭക്തരെ തൃക്കയ്യാൽ താങ്ങി നടത്തുമാവൻ. കഷ്ടതയിൽ നൽതുണ താൻ, ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. കഷ്ടതയിൽ നൽതുണ താൻ, ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. മഹാപരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗപിതാവേ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല മനോഹരമായ പ്രഭാത സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ശമൂവേൽ ബാലനെ അങ്ങ് വിളിച്ചു. കർത്താവേ, ദൈവമേഹലിലെ ദൈവ വിളി കേൾക്കുവാനും ദൈവഹിതപ്രകാരം ജീവിപ്പാനിടയായി. കർത്താവെ, അറിയപ്പെടുന്ന പ്രവാചകനായി മാറുവാനിടയായി. എന്നാൽ ദൈവശബ്ദത്തിൻ്റെ ദൈവശബ്ദം കേട്ടിട്ടും അതിനെ കർത്താവെ അതിൻ പ്രകാരം ജീവിതം മുന്നോട്ട് പോകാതെ മറുവഴിയിലൂടെ കടന്നുപോയവർ ഒത്തിരി ദുരിതം അനുഭവിച്ചതും ഞങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നല്ലോ. കർത്താവെ, ഞങ്ങൾ ദൈവമേ അങ്ങയുടെ വിളി കേട്ട് അങ്ങയ്ക്ക് അനുസരണമുള്ള മക്കളായി ദൈവഹിതപ്രകാരം ഒരുങ്ങി നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഒരുക്കണമേ. ഇന്ന് പകൽ സമയം ആരെങ്കിലും ഭാരത്തോടോ കഷ്ടത്തോടോ വേദനയോടോ ആയിരിക്കുന്നെങ്കിൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തി തൻ്റെ ജനത്തിന് വേണ്ടി വെളിപ്പെടുത്തി അങ്ങ് മാനിക്കും, അനുഗ്രഹിക്കും, തിരുനാമ മഹത്വത്തിനാക്കി തീർക്കും, അത്ഭുതം ചെയ്യും. പ്രാർത്ഥന കേട്ട ദൈവസ്നേഹത്തിനായ സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.